ശ്രീ ധനുരാജ്, ഈ പ്രഖ്യാപനങ്ങളിലല്ല കാര്യം എന്ന് ദീപ പറയുന്നു. ഈ പ്രഖ്യാപനങ്ങൾ പലതും ബജറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളുടെയും ബജറ്റിലുണ്ടായത് എത്രത്തോളം നടപ്പാക്കുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. കുംഭമേളയിലെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നമ്മുടെ ആ ഒരു പദ്ധതി പൂർണ്ണ പരാജയം എന്ന നിലയിലേക്ക് വിലയിരുത്താൻ കഴിയുമോ നമുക്ക്? നമ്മൾ ഈ ബഡ്ജറ്റ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വരവ് ചിലവ് കണക്കാണ്. നമ്മുടെ രാജ്യത്ത് ബഡ്ജറ്റ് ഒരു ഉത്സവമാണ്, സെലിബ്രേഷനാണ്. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി ഞാൻ ഈ ചർച്ചകളിലും ഞാൻ ഇതിനെപ്പറ്റി എഴുതുന്ന ഒരാളായതുകൊണ്ടുകൂടി ആ ഒരു ഓണർഷിപ്പ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ബഡ്ജറ്റിനെ കാണുന്നത് നമ്മൾ മറ്റ് പല രാജ്യങ്ങളിലും ബഡ്ജറ്റ് അവതരണം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നമ്മുടെ ധനകാര്യമന്ത്രിയും ഇന്ന് വളരെ കുറച്ച് നേരത്തുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിന് പുറമെയാണ് പോളിസി. ഈ പറയുന്ന പല കാര്യങ്ങളും നയരൂപീകരണത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അതിലേക്ക് വരുന്ന പണം മാത്രമാണ് നമ്മൾ ബഡ്ജറ്റിൽ ചർച്ച ചെയ്യുന്നതും എത്ര ചെലവുണ്ട്, എത്ര വരവ് വന്നു, എത്ര ചെലവുണ്ട്, എവിടുന്ന് കടം വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നയരൂപീകരണ ചർച്ച എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിനെ അടിസ്ഥാനമാക്കി ഞാൻ ഏത് കക്ഷി രാജ്യം ഭരിച്ചാലും സംസ്ഥാനം ഭരിച്ചാലും എൻ്റെ നിലപാടെന്ന് പറയുന്നത് ബഡ്ജറ്റിനെ മാത്രം നോക്കിക്കൊണ്ട് നയരൂപീകരണം ചർച്ച ചെയ്യുന്നത് പൂർണ്ണമായ ഒരു വിശകലനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ബഡ്ജറ്റിൽ പലപ്പോഴും നമുക്ക് ചില ഇൻഡിക്കേഷൻസ് കിട്ടും. ഞാനൊരു ഇൻഡിക്കേഷൻ എന്ന് പറയാൻ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഇൻഡിക്കേഷനാണ് ഇൻകം ടാക്സ് ബില്ല്. അതിൻ്റെ ഒരു റിവാംഡ് ആയിട്ട് ഒരു കാര്യം അടുത്ത ആഴ്ച ധനകാര്യമന്ത്രി പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു പോളിസിയാണ്, അതൊരിക്കലും ബഡ്ജറ്റിന്റെ ഭാഗമാവില്ല. അല്ലെങ്കിൽ GST റേറ്റ്സുകൾ, GST കൗൺസിലുണ്ട്. അപ്പോൾ GST കൗൺസിലാണ് GST റേറ്റ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ GST റേറ്റിനെ പറ്റി വേണമെങ്കിൽ ധനകാര്യമന്ത്രിക്ക് പറയാം, നമ്മളിത് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ കിട്ടും അടുത്ത GST കൗൺസിലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന ഞാനൊരു രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗത്തു നിന്ന് പറയാതെ നമ്മളൊരു സ്വതന്ത്രമായ ഒരു ചിന്താഗതിയോടുകൂടി ഞാൻ പറയുകയാണ്, ഈ പറയുന്ന നയരൂപീകരണം എന്ന് പറയുന്നത് ബഡ്ജറ്റിന് പുറമെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇതേപോലെ തന്നെ വളരെയധികം ചർച്ച ചെയ്യണം. എവിടെയെല്ലാം നമ്മൾ സക്സസ് ആയിട്ടുണ്ട്, എവിടെയെല്ലാം പരാജയപ്പെട്ടുണ്ട്, എന്തുകൊണ്ട് പരാജയപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം, യൂണിയൻ ബഡ്ജറ്റിൽ വരുന്ന ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏകദേശം ഒരു 55 ലക്ഷം കോടി രൂപയാണെങ്കിൽ അത് നമ്മുടെ നാട്ടില് പല സംസ്ഥാനങ്ങളിലും പല രീതികളിലും പല ഡിപ്പാർട്ട്മെന്റുകളുടെയും കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു യൂണിയൻ ഗവൺമെന്റിന് മാത്രമല്ല അവർക്ക് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഹെൽത്തിന്റെ കാര്യം പറഞ്ഞു, ഹെൽത്തിന്റെയും എഡ്യൂക്കേഷന്റെയും കാര്യത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിനും സംസ്ഥാന ഗവൺമെന്റിനും ചില ചുമതലകളുണ്ട്. നമ്മൾ കൺകറന്റ് ലിസ്റ്റിലാണോ സ്റ്റേറ്റ് ലിസ്റ്റിലാണോ എന്നുള്ള ചർച്ചകളൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. എന്തും ആയിക്കോട്ടെ, പക്ഷെ അപ്പോൾ നമ്മളിതൊരു കൂട്ടായ പങ്കാളിത്തത്തോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ കേന്ദ്ര ഗവൺമെന്റ് പരാജയപ്പെട്ടാൽ അതിനെ വിമർശിക്കണം, സംസ്ഥാന ഗവൺമെന്റുകൾ പരാജയപ്പെട്ടാൽ അതിനെ വിമർശിക്കണം. ഈ പറയുന്ന എല്ലാ പദ്ധതികളും സംസ്ഥാന തലങ്ങളിലാണ് അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതും. അപ്പൊ എവിടെയാണ് പരാജയം? ഞാൻ സംസ്ഥാനങ്ങൾ മാത്രം പരാജയപ്പെട്ടു, കേന്ദ്ര ഗവൺമെന്റ് പരാജയപ്പെട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനൊരു കൂട്ടായ ചർച്ച ആവശ്യമുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് ഔട്ട്കം ബഡ്ജറ്റിനെ പറ്റി അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്. ഔട്ട്കം ബഡ്ജറ്റിൽ നിന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നത് നമുക്ക് അടുത്ത ഒരു വർഷം നമുക്കിത് കൃത്യമായി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവർ പറയുന്ന ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഔട്ട്കം ബഡ്ജറ്റിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഇന്നിപ്പോ നമ്മളെല്ലാം ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഒരു ഡേറ്റ പല രീതികളിലും നമുക്ക് സ്വരൂപിക്കാൻ പറ്റും. ആ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു 100% സക്സസ് റേറ്റ് ഒന്നിൽ തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങൾ, പക്ഷെ പല സ്ഥലങ്ങളിലും 60% ഉണ്ട്, 70%. ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ 30%, 35% കൈവരിച്ചിട്ടുള്ളൂ എന്നുള്ളതൊക്കെ ഒരു സ്വയം വിമർശനാത്മകമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്നലെ തന്നെ നമ്മുടെ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ടല്ലോ. പല കാര്യങ്ങളിലും നമുക്കൊരു മാറ്റം, ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ് വേണമെന്നാണ് ഇക്കണോമിക് റിവ്യൂ പറയുന്നത്. ഇതെല്ലാം നല്ലൊരു ചർച്ചയാണെന്നാണ് ഞാൻ കാണുന്നത്. അതിനൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ എന്നെ സമീപിക്കുന്നത്. അങ്ങനെയുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഒരു ഡെമോക്രസിയും ഡെമോഗ്രഫിയും, ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞ 3 കാര്യങ്ങളാണല്ലോ, ഡെമോക്രസിയും ഡെമോഗ്രഫിയും പിന്നെ ഡിവിഡൻഡും. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ ചർച്ചകൾ വേണം. ചർച്ചകളിൽ ആക്ഷേപങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതോടൊപ്പം തന്നെ കണക്കുകളും പരിശോധനയ്ക്ക് വിധേയമാവണം. അങ്ങനെ തന്നെയാണ് ഒരു
വികസിത ഭാരതം നമുക്ക് കെട്ടിപ്പടുത്താൻ പറ്റുള്ളൂ. ശ്രീ ധനരാജ്, താഴേക്കിടയിലേക്കുള്ള ആളുകൾക്കിടയിലേക്ക് ഈ ബജറ്റ് കടന്നു ചെന്നില്ല എന്ന് പൂർണ്ണമായും പറയാൻ കഴിയുമേ? കാരണം ധനമന്ത്രി പറഞ്ഞു തുടങ്ങിയത് തന്നെ കൃഷി പുരോഗതിയുടെ പ്രഥമ എഞ്ചിൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ധൻധാന്യ യോജന, പ്രധാനമന്ത്രി ധൻധാന്യ യോജന പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ഉൽപ്പാദനക്ഷമത കുറഞ്ഞതും വായ്പാ ലഭ്യത കുറഞ്ഞതും ഒപ്പം കാർഷിക ഉൽപ്പാദനം കുറഞ്ഞതുമായ 100 ജില്ലകളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ളൊരു പരിപാടിയായിരിക്കും. സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ തിരഞ്ഞെടുക്കും എന്നുള്ളത്. അതിലൂടെ തന്നെ 1 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യും. ഗ്രാമീണ തൊഴിൽ സാധ്യത ഉയർത്തുന്നതിന് പദ്ധതി ഗുണം ചെയ്യും എന്നത് തുടങ്ങിയാണ്. അതായത് ഈ പറയുന്ന 2 കോടി ടേം ലോൺ വലിയ വ്യവസായങ്ങൾക്ക് വേണ്ടി മാത്രമേ 2 കോടി വരെ എന്നാണ്. 2 കോടി എന്ന ഒറ്റ സംഖ്യയല്ല. അപ്പോൾ അത് വലിയ വ്യവസായങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ധനമന്ത്രി ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു സന്തുലിതാവസ്ഥ ഇല്ലാത്ത ഒരു ബജറ്റായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? കാർഷിക രംഗത്ത് നിന്നല്ലേ തുടങ്ങിയത്? ഇല്ല, ഞാൻ തീർച്ചയായും കഴിഞ്ഞ എഡിഷനിലും സെഷനിലും ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇടയ്ക്കിലുണ്ടായ നല്ലൊരു ബഡ്ജറ്റായിട്ട് തന്നെയാണ് എൻ്റെ ഒരു വിശകലനം. പ്രാഥമിക വിശകലനം എന്ന് പറയുന്നത് പലതിനും നമ്മൾ സാധാരണ ബഡ്ജറ്റ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണ്. നമ്മൾ ഓരോ സ്കീം എടുത്തിട്ട് എത്ര രൂപ അനുവദിച്ചു, എത്ര രൂപ കൂടുതലായി കുറഞ്ഞു എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ ആ ബഡ്ജറ്റിൻ്റെ രീതികളൊക്കെ മാറി. ഇന്നിപ്പോൾ അങ്ങനെയല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചെന്ന് പറയുന്നത് നമ്മുടെ ചില സ്കീമുകളുണ്ട്. ഒരു ലാർജർ ഒരു ഗ്രോത്തിനുള്ള രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇതൊരു ലാർജർ സിസ്റ്റം സ്കീംസ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന 100 ഡിസ്ട്രിക്റ്റുകളുടെ കാര്യം തന്നെ വളരെ പ്രോത്സാഹനജനകമായ ഒരു കാര്യമാണ്. വെച്ചാൽ നമ്മൾ ഇറിഗേഷന് കാശ് കൊടുത്തു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പണിയാൻ വേണ്ടി കാശ് കൊടുത്തു എന്നതിന് പറയുന്നതിന് പകരം ആ 100 ഡിസ്ട്രിക്റ്റുകളെ 100 ജില്ലകളെ നമ്മൾ തെരഞ്ഞെടുത്ത് സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പദ്ധതി തയ്യാറാക്കും. അതിലേക്ക് ഇത്ര രൂപ മാറ്റിവെക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. കാരണം ഓരോ ഇന്ത്യയെ പോലെ വളരെയധികം നാനാത്വമുള്ള ഒരു രാജ്യത്ത് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളും അത് കാര്യമായി പഠിച്ചിട്ട് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ പലപ്പോഴും പണ്ട് കാലത്ത് ഒരു സ്കീമിൽ ഇറിഗേഷൻ, അപ്പൊ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും റോഡ് പണിയും, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഡാം പണിയും. അതിൽ നിന്ന് മാറി അതൊരു താഴേക്കിടയിലുള്ള ആൾക്കാരുടെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അത് പഠിച്ച് അതിലേക്ക് പൈസ മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് വളരെ ശുഭകരമായൊരു സൂചനയാണ്, നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് താഴെത്തട്ടിലേക്ക് എത്തിയില്ല അല്ലെങ്കിൽ എത്തൂല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും താഴെത്തട്ടിലേക്ക് ഈ ബഡ്ജറ്റ് എത്തിച്ചേരും. ഇപ്പോൾ അർബൻ ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു പുതിയ ഫണ്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 10,000 കോടി രൂപയുടെ. അപ്പൊ അവിടെയെല്ലാം നമ്മൾ പണ്ട് കാലത്ത് കണ്ടെന്ന് വെച്ചാൽ ഒരു എല്ലാ സിറ്റികൾക്കും ഇന്ത്യയിൽ കുറച്ച് പൈസ കൊടുക്കും, എന്നിട്ട് ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ എനിക്ക് ഇന്ന് മനസ്സിലായത് എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് താഴേക്കിടയിലുള്ള ആൾക്കാർ അതാത് പ്രാദേശിക, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതിനൊരു ആകത്തുകയായി പറയാൻ കഴിയുക. വളരെ നന്ദി ശ്രീ ധനുരാജ്. ദീപ അനിൽ, വിനീത ഹരിഹരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നാരീശക്തി, ഈ ബജറ്റ് പ്രഖ്യാപനത്തിലെ നാരീശക്തിയെക്കുറിച്ച്, സ്ത്രീ ശക്തിയെക്കുറിച്ച് സംസാരിച്ച 1 മണിക്കൂറാണ് കടന്നുപോയത്. ഒറ്റനോട്ടത്തിലൊരു അവലോകനം എന്നുള്ളതല്ല, പക്ഷേ ശുഭസൂചനയാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കാൻ കഴിയുന്നത്.